ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവനും റഹ്മത്തായി, ലോകത്തിന് മുഴുവനും കാരുണ്യമായി, ലോകത്തിന് മുഴുവനും സമാധാനമായി, മനുഷ്യനായി ജീവിക്കാനുള്ള എന്തൊക്കെയാണോ ഉണ്ടാകേണ്ടത് അത് മുഴുവനും പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം വളരെ വിശാലമായ കാരുണ്യമാണ്. പറഞ്ഞാൽ പരിധി പറയാൻ കഴിയാത്ത ഉന്നതമായ സ്ഥാനം അല്ലാഹു നൽകിയെങ്കിലും ആ ഒരു സ്ഥാനത്തിന്റെ, ആ ഒരു മഹത്വത്തിന്റെ ചെറിയ ഒരു അഹങ്കാരം പോലും, അതിന്റെ ചെറിയ ഒരു വലുപ്പത്തരം കാണിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവിടത്തെക്കാൾ ഉന്നതമായ സ്ഥാനത്ത് ലോകത്ത് ഒരാളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അവിടത്തെക്കാൾ മഹത്വമുള്ള ഒരു സൃഷ്ടിയെയും അല്ലാഹു പഠിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു, മറിച്ച് അവിടത്തെക്കാൾ മഹത്വമുള്ള ഒരു സൃഷ്ടിയും ഇല്ല. സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ അഫ്ളലുൽ ഖൽഖായി അല്ലാഹു തെരഞ്ഞെടുത്ത അയച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ മനസ്സ്, ആ വിശാലതയ്ക്ക് പരിധി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ ഹബീബായ നബിയെ, അങ്ങ് അളീമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആരാണിത് പറയുന്നത്? പറയുന്ന ആളുടെ വലുപ്പത്തിനും മഹത്വത്തിനും അനുസരിച്ച് ഓരോന്നിന്റെയും പദവി മാറിക്കൊണ്ടിരിക്കും. നമ്മളെ മദ്രസയിലെ ചെറിയ മക്കളില്ലേ ഇവിടെ, അല്ലേ? ആ ചെറിയ മക്കൾക്ക് അവരോട് നമ്മൾ സമ്മാന വിതരണം നടത്തുമ്പോ അവർക്ക് കൊടുക്കുന്ന സമ്മാനം അവരെ ഉസ്താദുമാർക്ക് കൊടുത്താൽ മതിയാവോ? ഇല്ല. കുട്ടികൾക്കാകുമ്പോ അവരോട് യോജിക്കുന്നത് മതിയാകും. വലിയവരാകുമ്പോ അവരോട് യോജിക്കുന്നത് മതിയാകും. ഇതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കി, ചെറിയ മദ്രസയിൽ പോകുന്ന മക്കള് ഒരു മദ്രസയിൽ പോകുമ്പോ ബാപ്പനോട് ചോദിച്ചു, മിഠായി വാങ്ങാൻ പൈസ തരുമെന്ന്. അപ്പൊ ബാപ്പ ചോദിച്ചു, എത്രയാ മോനെ വേണ്ടത്? അപ്പൊ മകൻ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? 2 ലക്ഷം ഉറുപ്പ്യ വേണമെന്നാ? അല്ലെ 2 കോടി ഉറുപ്പ്യ വേണമെന്നാണോ? അല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം 2 ഉറുപ്പ്യ മതി. എന്നാ അതേ 2 രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുത്ത ഒരാള് ജോലി കഴിഞ്ഞ് മുതലാളിയുടെ അടുക്കൽ വന്നിട്ട് വേതനം ചോദിക്കുമ്പോ മുതലാളിയോട് തൊഴിലാളി എത്രയാണ് എന്ന് ചോദിച്ചപ്പോ കാണിച്ചു കൊടുത്തത് ഇങ്ങനെ. നേരത്തെ കാണിച്ചത് കുട്ടി 2 എന്നാണ്, ഈ തൊഴിലാളി കാണിച്ചു കൊടുത്തത് 1 എന്നാണ്. അപ്പൊ മുട്ടായി വാങ്ങാൻ 2 ജോലി എടുത്തവന് 1 ഉറുപ്പ്യം കൊടുത്താൽ മതിയാവോ? ഇല്ല. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം 1000 എന്നാണ്.
അപ്പൊ ഓരോരുത്തരുടെയും മഹത്വത്തിനനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും അവരുടെ ജോലിക്കനുസരിച്ചും എല്ലാം മാറിക്കൊണ്ടിരിക്കും അല്ലേ? എന്നാൽ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാകുന്ന അല്ലാഹ്, ആ അല്ലാഹുവിനേക്കാൾ വലുതായി പറയാൻ ഒരാളും ഇല്ല. ഉണ്ടോ? അല്ലാഹുവിനേക്കാൾ വലുതാണ് എന്ന് പറയാൻ ഒരു സൃഷ്ടി ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. സൃഷ്ടാവിനേക്കാൾ വലിയൊരു സൃഷ്ടി ഒരിക്കലും ഉണ്ടാകില്ല. ആ സൃഷ്ടാവായ അല്ലാഹു പറയുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ ഹബീബായ നബിയേ, അങ്ങ് അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. എത്ര വലിയ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചു കഴിഞ്ഞത്! അതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റിന് വേറെ കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് ആ മഹദിയായ സയ്യിദത്തിന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ആയിഷ ഉമ്മ, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്? നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ മതിയാകൂല, വളരെ ജോറാണ് എന്ന് പറഞ്ഞാൽ മതിയാകൂല, വളരെ ജോറാണ്, വളരെ ഇഷ്ടപ്പെട്ടതാണ്, അതിലും നല്ല സ്വഭാവം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയാകൂല. കാരണം മഹത്വം പറയുന്നത് ാൻ കഴിയാത്ത നിലക്ക്, മഹിമ പറഞ്ഞാൽ മതിയാകാത്ത വിധത്തില്, വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത വിധത്തിൽ ഉന്നതമായ സ്വഭാവമാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തത് എന്താണ്? കാന ഖുലുഖുൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങളിൽ ഒതുക്കി തീർക്കാൻ കഴിയാത്ത വിശാലമായ പ്രവിശാലമായ മാനകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഖുർആൻ. ആർക്കും ആ ഖുർആനിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ, ആ ഖുർആനിന്റെ മഹിമ പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. കാരണം സൃഷ്ടാവായ റബ്ബിന്റെ കലാമാണല്ലോ, ആ ഖുർആനാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. അതേ, ഒരു നിലക്കും ഒരു പോരായ്മ കണ്ടെത്താനില്ലാത്ത ഗ്രന്ഥമാണല്ലോ ഖുർആൻ. ഒരു വീഴ്ച പറയാനില്ലാത്ത ഗ്രന്ഥമാണല്ലോ ഖുർആൻ. ഒരു തകരാറ് കാണിക്കാനില്ലാത്ത ഗ്രന്ഥമാണല്ലോ ഖുർആൻ. ഒരു വള്ളുപുള്ളി പോലും മാറ്റമില്ലാത്ത ഗ്രന്ഥമാണല്ലോ ഖുർആൻ. ഒരു നിലക്കുമുള്ള വീഴ്ചയില്ലാത്ത ഖുർആൻ. ആ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തത്. കാരണം അത് വെറും ഒരു നഅം, നല്ല സ്വഭാവമാണ്, നല്ല ജോറാണ്, ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടുത്തെ സ്വഭാവത്തിന്റെ മഹിമ പറഞ്ഞു തീർക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ സെലക്ട് ചെയ്തത് ഖുർആനാണെന്നാണ്. ആ നിലക്ക് വിശാലമായ സ്വഭാവം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആക്രമിക്കാൻ വരുന്നവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന സ്വഭാവം, ആക്രമിക്കുന്നവന് പോലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേറ്റത്തെ സ്വഭാവത്തിന്റെ മഹിമയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സദഖ ചെയ്തത് കൊണ്ട് ഒരു നയാ കാശ് ചുരുങ്ങി പോകൂല. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അവിടുത്തെ സമുദായത്തിന് ഉണ്ടാകണമെന്ന് അവിടുന്ന് താല്പര്യപ്പെടുകയാണ്. അവിടുത്തെ ഉമ്മത്തിനുണ്ടാകണമെന്ന് അത് ഇഷ്ടപ്പെടുകയാണ്. അവിടുത്തെ ഉമ്മത്തും ആ സ്വഭാവം പഠിക്കണമെന്ന് ഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവം പറയാണ്. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? സദഖ ചെയ്യുന്നതിൽ വളരെ മുൻപന്തിയിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ വീട്ടിൽ തന്നെ ചെറിയ പ്രയാസങ്ങളുള്ള സമയമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലപ്പോഴും സാധിച്ചുപോയി. എന്താണ് കാരണം? മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ അള്ളാഹു അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കൂന്ന് ജീവിതത്തിൽ നാവ് കൊണ്ട് പഠിപ്പിക്കുക മാത്രമല്ല, ചെയ്തു തരുമെന്ന് ജീവിതത്തിൽ പ്രവർത്തിപദത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊണ്ട് ഒരു സമ്പത്തും ചുരുങ്ങിപ്പോകൂല എന്ന് പറയുക മാത്രല്ല, വിഷമം അനുഭവിക്കുന്ന സമയത്തും പ്രയാസം അനുഭവിക്കുന്ന സമയത്തും സദഖ ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ലാതെ സദഖ ചെയ്യുന്ന മനസ്സ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമയിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തീർന്നോയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ സാദല്ലാഹു അബ്ദൻ, ഒരു അടിമക്കും അല്ലാഹു ചുരുക്കി കളയൂല. ഒരടിമക്കും ഒരു നഷ്ടവും വന്നു പോകൂല. ഒരടിമക്കും ഒരു കുറവും വന്നു പോകൂല. അതിന്റെ പേരിൽ ഒരിക്കലും അവൻ ചെറുതായി പോകൂല. മറിച്ചോ അല്ലാഹു അവനെ ഏറ്റിക്കൊടുക്കുകയല്ലാതെ ചെയ്യൂല. എന്തുകൊണ്ട്? ബിഅഫ്വിൻ, തിന്മ ചെയ്തവനോടും തെറ്റ് ചെയ്തവനോടും അറിയായ്മ കൊണ്ട് സംഭവിച്ചു പോയവനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് സമ്പാദിക്കുന്നുണ്ടോ അവൻ അല്ലാഹു തആല ചുരുക്കി കളയൂല. മറിച്ചു അവൻ ഏറ്റിക്കൊടുക്കുന്നതാണ്. എന്തേറ്റിക്കൊടുക്കൂന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇല്ലാ ഇസ്സാ, അവനിക്ക് ഇസ്സത്തും പ്രതാപവും സന്തോഷവും അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ തോന്നുകയാണ്, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? അവൻ എന്നോട് അങ്ങനെ ചെയ്തിട്ടല്ലേ, അവൻ എന്തിനാ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്തവന് നീ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാണ്? തെറ്റ് ചെയ്യാത്തവന് നിന്റെ വിട്ടുവീഴ്ചയുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. തിന്മ സംഭവിച്ചു പോയവൻ, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പോരായ്മ സംഭവിച്ചു പോയവൻ, അവനല്ലേ യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ചക്ക് അർഹതയുള്ളവൻ. ഒരു തെറ്റും ചെയ്യാത്തവൻ എന്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനാണ്? ഒരു തെറ്റും ചെയ്യാത്തവൻ എന്തിനാണ് നിന്റെ വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും ചെറിയ തകരാറ്, അല്ലെങ്കിൽ ചെറിയ പോരായ്മ, അല്ലെങ്കിൽ ചെറിയ തെറ്റ് സംഭവിച്ചു പോയവൻ, അവനാണ് യഥാർത്ഥത്തിൽ നിന്റെ അടുക്കൽ നിന്നവൻ വിട്ടുവീഴ്ച ആഗ്രഹിക്കുന്നവൻ. അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള സന്മനസ് വേണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ അയാളെ വീട്ടിൽ കയറൂല. ഞാൻ ചോദിച്ചാ എന്താ കയറാത്തത്? അപ്പൊ ഇയാള് പറയണേ, ഞാൻ 2 പ്രാവശ്യം അയാൾ എന്റെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചു, 2 പ്രാവശ്യം അയാൾ വന്നില്ല, അതുകൊണ്ട് ഞാൻ അയാളെ വീട്ടിൽ കയറൂല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 2 പ്രാവശ്യം ഇയാള് കല്യാണത്തിന് വിളിച്ചു എന്നുള്ളത് ശരിയാണ്. വിളിച്ചാൽ ഉത്തരം നൽകണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ഈമാനുള്ള വിശ്വാസികളോ, നിന്നെ അതേ ഇത്തരം കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ കല്യാണത്തിന് വിളിച്ചാൽ വെറും ഒരു ബിരിയാണി കഴിക്കലാണെന്ന് വിചാരിക്കരുത്.
അതുപോലെ വീട്ടിന്റെ കൂടുതലിന്റെ സന്തോഷത്തിന് ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചാൽ അവിടെ വെറും ഒരു ഭക്ഷണം കഴിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു മുഅ്മിനിന്റെ വിളിക്ക് ഉത്തരം ചെയ്യൽ സുന്നത്താണ്. അത് പുണ്യകർമ്മമാണ്. ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, കല്യാണത്തിന് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അയാൾ എന്തോ കാരണം കൊണ്ട് വരാത്തതാകൂന്ന് ചിന്തിക്കാനുള്ള സന്മനസ് വേണം. എന്തോ അത്യാവശ്യമായ കാരണം ഉള്ളത് കൊണ്ട് ആയിരിക്കും വരാൻ കഴിയാതെ പോയത് എന്ന് ചിന്തിക്കാനുള്ള സന്മനസ് വേണം. അവിടെയാണ് നമ്മുടെ ഈമാൻ. അല്ലാതെ അയാൾ 2 പ്രാവശ്യം വന്നില്ല എന്നാ 3ാമത്തെ പ്രാവശ്യവും വിളിക്കണം. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വട്ടമാണ് ആ മക്കയിലെ മുശ്രിക്കീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്? 1 വട്ടാണോ? അല്ല. 2 വട്ടാണോ? അല്ല. 3 വട്ടാണോ? അല്ല. ഒരത്ഭുതം കാണിച്ചിട്ടാണോ? അല്ല. 2 മുഅ്ജിസത്ത് കാണിച്ചിട്ടാണോ? അല്ല. ഒരുപാട് മുഅ്ജിസത്തുകൾ കാണിച്ചു. ഒരുപാട് പ്രാവശ്യം വിളിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി ആ നിലക്ക് അധികരിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഓ ഹബീബായ നബിയെ, അങ്ങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ അങ്ങ് ഇസ്ലാമിലേക്ക് എത്തിച്ചു കളയാം എന്ന് വിചാരിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്ന വിധത്തിൽ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മടിയില്ലാതെ അവരെല്ലാ നിലക്കും ഇകഴ്ത്തിയിട്ടും നിസ്സാരപ്പെടുത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കുറ്റം പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും നല്ല പ്രസന്നമായ മുഖത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ മക്കയിലെ മുശ്രിക്കീങ്ങളെ അവർ ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ക്ഷണിച്ചു. ആ ഒരു വിട്ടുവീഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത്. നമ്മുടെ കില്ലൂരിലെ സ്ത്രീകൾ, കില്ലൂരിലെ ഉമ്മമാര്, പെങ്ങന്മാര് നല്ല വിട്ടുവീഴ്ചയുള്ള ഉമ്മമാരായതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ചില നാട്ടിലെ ചില സ്ത്രീകളുണ്ട്, അയൽവാസികൾക്ക് തീരെ വിട്ടുവീഴ്ച ചെയ്യാത്ത ചില സ്ത്രീകൾ. നേരെ മേലെയാണ് വീട്, ഇവന്റെ വീട് നേരെ താഴെയാണ്. നല്ല മഴ പെയ്യുമ്പോ മേലത്തെ വീട്ടിൽ നിന്ന് വെള്ളം താഴോട്ടേക്ക് മറിയണം അല്ലേ? മേലുള്ള വീടാകുമ്പോ താഴേക്ക് എന്തായാലും വെള്ളം നേരെ മുകളിൽ നിന്ന് താഴോട്ടല്ലാതെ വെള്ളം ഒരിക്കലും താഴെ മേലോട്ടേക്ക് പോകില്ലല്ലോ. അപ്പൊ അയൽവാസിയുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല മഴ പെയ്തപ്പോ ഇവന്റെ മുറ്റത്തേക്ക് നല്ല വെള്ളം ഒഴുകി വന്നു. സാധാരണ പുരുഷന്മാർ അങ്ങനത്തെ കണ്ടാ പിന്നെ അത്ര മെയിൻറ്റ് ചെയ്യൂല. അപ്പൊ ചില സ്ത്രീകളുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എന്റെ മുറ്റം മാത്രം നോക്കിയാ പോരാ, അവളെ മുറ്റം കൂടി എനിക്ക് നോക്കലാ പണി എന്ന് പറഞ്ഞ് അയൽവാസിയോട് തെറ്റിപ്പോകുന്നവരാകരുത്. മറിച്ച് അവരോട് സംസാരിച്ച് ആവശ്യമായ രൂപത്തിൽ അതിന് പരിഹാരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ അയൽവാസിയുമായി തെറ്റിപ്പോകുന്ന സ്വഭാവം ഉണ്ടാകരുത്, അയൽവാസിയെ തെറി വിളിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഇപ്പുറത്തെ വീട്ടിൽ തീ കത്തിയാൽ അപ്പുറത്തെ വീട്ടിൽ ചെറിയ സ്മെൽ ഉണ്ടാകുന്നത് സാധാരണയാണ്. അത് അയൽവാസിക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ് വേണം. ഇപ്പുറത്തെ വീട്ടിലുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ അപ്പുറത്തുണ്ടാകും, അത് അനുഭവിക്കുമ്പോൾ നല്ല മനസ്സോടെ ക്ഷമിക്കാൻ കഴിയണം. അയൽവാസികൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നീ നിന്റെ അയൽവാസിക്ക് നല്ലത് ചെയ്തു കൊടുത്തോ, ഏത് അയൽവാസിക്കും നീ നല്ലത് ചെയ്തോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്ക് മാത്രം ചെയ്താൽ മതിയോ? പോരാ.
അതേ മാതാപിതാക്കൾക്ക് മാത്രം നല്ലത് കൊടുത്താൽ മതിയോ? പോരാ. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മുസ്ലിമേ, പടിഞ്ഞാറോ കിഴക്കോ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിയൽ മാത്രമാണ് നല്ലത് എന്ന് നീ വിചാരിക്കരുത്. അത് മാത്രമാണ് നന്മ എന്ന് നീ ചിന്തിക്കരുത്. വെറും നിസ്കരിച്ചത് കൊണ്ട് മാത്രം നീ സ്വർഗത്തിലെത്തൂന്ന് ചിന്തിക്കരുത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. ഒന്നാമത്തെ ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ഈമാൻ അടിയുറപ്പിക്കലാണ്. ആരെ കൊണ്ടുള്ള വിശ്വാസമാണ്? ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം വേണം. വൽ യൗമൽ ആഖിർ, ഖിയാമത്ത് നാളിലെ നല്ല വിശ്വാസം വേണം. വൽ മലായിക, മലക്കുകളിൽ വിശ്വാസം വേണം. വൽ കിതാബി വൻ നബിയ്യീൻ, ഖുർആനിലും അമ്പിയാക്കളിലും അമ്പിയാക്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വാസം വേണം. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ واليتامى والمساكين وابن السبيل وفي الرقاب. ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്ന ചിന്ത മാത്രം പോരാ. ഞാനും എന്റെ ഭാര്യയും കുട്ടികളും എന്ന ചിന്ത മാത്രം പോരാ. മറിച്ചോ, നീ വിഷമം അനുഭവിക്കുന്നവനെ സഹായിച്ചു കൊടുക്കണം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന്റെ കൂടെ നിൽക്കാൻ കഴിയണം. അവനെ സഹായിക്കാൻ കഴിയണം. അവന്റെ ആവശ്യങ്ങൾക്ക് പങ്കുചേർന്ന് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ യർഹമുല്ലാഹ്, അല്ലാഹു കാരുണ്യം ചൊരിയൂല, മല്ലാ യർഹമുന്നാസ്, ജനങ്ങളോട് കാരുണ്യമില്ലാത്തവനാണോ, ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവനാണോ, അവർക്ക് റബ്ബിന്റെ കാരുണ്യം ചൊരിയപ്പെടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിർത്തിയോ? ഇല്ല. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, തറൽ മുഅ്മിനീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തറൽ മുഅ്മിനീന, നിങ്ങൾക്ക് വിശ്വാസികളെ കാണാം, ഫീ തറാഹുമിഹിം, അവരുടെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് കാണാം, പരസ്പരമുള്ള കാരുണ്യത്തിൽ നിങ്ങൾക്ക് കാണാം, വതവാദുഹിം, അവരുടെ പരസ്പര സ്നേഹത്തിൽ നിങ്ങൾക്ക് കാണാം, വതആതുഫിഹിം, അവരുടെ പരസ്പരമുള്ള വിട്ടുവീഴ്ചയിൽ നിങ്ങൾക്ക് കാണാം. കമതലിൽ ജസദി, ഒരൊറ്റ ശരീരത്തെ പോലെ കാണാം. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളെ നിങ്ങൾക്ക് കാണാം, അവരുടെ പരസ്പര കാരുണ്യത്തിലും സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലൊക്കെ ഒരൊറ്റ ശരീരം പോലെ കാണാമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഒറ്റ ശരീരത്തിന്റെ പ്രത്യേകത? മോനെ, നിന്റെ വലത്തെ കൈയിന്റെ ചൂണ്ട വിരലിന് മുറിവ് വന്നാൽ ആ മുറിവിന് മരുന്ന് പുരട്ടി കൊടുക്കുന്നത് ഇടത്തെ കൈയാണ്. ആ മുറിവിന് ആവശ്യമായത് പരിഹരിച്ചു കൊടുക്കുന്നത് ഇടത്തെ കൈയാണ്. കാലിന് വിഷമം വന്നാൽ തടവി കൊടുക്കുന്നത് കൈകൊണ്ട്. അതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ തടവി കൊടുക്കുന്നത് കൈകൊണ്ടാണ്. അതുപോലെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് കൈകൊണ്ടാണ്. മരുന്ന് കുടിക്കുന്നത് കൈകൊണ്ടാണ്. മരുന്ന് വെച്ച് കൊടുക്കുന്നത് കൈകൊണ്ടാണ്. ആ ശരീരത്തിൽ എന്തെങ്കിലും മ്ലേച്ഛമായതുണ്ടായാലോ അത് വേറെ ഭാഗമാണ്, എന്റെ കൈയല്ലല്ലോ, കയ്യിലല്ലല്ലോ എന്ന് കൈ ചിന്തിച്ചിട്ട് കൈ ക്ലീൻ ചെയ്യാൻ മടിക്കാറില്ല. മറിച്ചോ, എന്റെ ശരീരത്തിലാണ്, എന്റെ കൈയിന്റെ മേലെ അല്ലെങ്കിലും എന്റെ ശരീരത്തിലെന്ന നിലക്ക് ആ കൈ എത്ര മ്ലേച്ഛമായതും ക്ലീനാക്കി പോയി. എത്ര മോശമായതാണെങ്കിലും എത്ര സ്മെല്ലുള്ളതാണെങ്കിലും എന്റെ കൈയിന്റെ മേലായിട്ടില്ലല്ലോ, ശരീരത്തിലല്ലേ ആയിട്ടുള്ളൂ എന്ന നിലക്ക് മറ്റുള്ള അവയവങ്ങളിൽ നിന്ന് കൈ വിട്ടു നിൽക്കാറില്ല, മറ്റു അവയവങ്ങളിൽ നിന്ന് മാറി നിൽക്കാറില്ല. ഇതുപോലെ മുസ്ലിമേ, ഒരുപോലെ ഒരു ശരീരം പോലെയാണ് മുസ്ലിമീങ്ങൾ പരസ്പരം അവരുടെ സ്നേഹത്തിലും അവരുടെ അതേ തഅതുഫിലും അവരുടെ അതേ കാരുണ്യത്തിലും വിട്ടുവീഴ്ചയിലുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ പട്ടിണിയാണോ? എന്നാൽ അവൻ പട്ടിണി കിടക്കുമ്പോ ഞാൻ വയറ് നിറക്കാൻ പാടില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞാൻ അവനിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അവനും കൂടി കഴിച്ചിട്ട് വേണം ഞാൻ എന്റെ വയറ് നിറക്കാൻ എന്ന് ചിന്തിക്കണം. അവൻ പട്ടിണി കിടന്നാലും ഞാൻ എന്റെ വയറ് നിറക്കട്ടെ എന്ന ചിന്ത ഒരു മുസ്ലിമിന് പരിപൂർണമായ ഈമാൻ ഉണ്ടാകുമ്പോൾ, വിശ്വാസമുണ്ടാകുമ്പോൾ സാധിക്കുകയില്ല. മറിച്ചോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദുഹിം വതആതുഫിഹിം കമതലിൽ ജസദി ഇദാ ഇസ്തകാ ഉദുൽ. ഒരവയവത്തിന് എന്തെങ്കിലും ചെറിയ പ്രയാസം വന്നാൽ തദാഅ ലഹു സായിറു ജസദിഹി ബിസ്സഹരി വൽ ഹുമ്മാ. കയ്യിന് മുറിവ് വന്നാ പനി പിടിക്കാണ്, അതുപോലെ എന്തെങ്കിലും രോഗം വന്നാ ശരീരത്തിന് തളർച്ചയാണ്. അങ്ങനെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ മറ്റവയവങ്ങളെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള വിശാലമായ മനസ്സാണ് സമ്പാദിക്കേണ്ടത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ അടുക്കൽ സിറാജുൽ ഹുദന്റെ കലണ്ടർ വരും. അവൻ നിങ്ങളെ മനസ്സിൽ നല്ല കാരുണ്യം വേണം. എന്താ കാരുണ്യം? അത് വേറെ ജില്ലയിലാണ്, അത് വേറെ സംസ്ഥാനത്താണ്, നമ്മളെന്ത് കൊടുക്കാനാണ് എന്നുള്ള ചിന്ത കർണാടകക്കാർക്കില്ല. കർണാടകക്കാരാണ് സിറാജുൽ ഹുദയുടെ സ്ഥാപനത്തിന്റെ തുടക്കം മുതലേ സ്ഥാപനത്തെ സഹായിച്ചത് എന്ന് ബാപ്പയുടെ പ്രസംഗത്തിൽ നിങ്ങളും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. കലണ്ടർ വരുന്ന സമയത്ത് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. 50 റുപ്യ കലണ്ടറിനുള്ളൂ. നിങ്ങൾ ആ സ്ഥാപനത്തിന് എത്ര കൊടുത്താലും മതിയാകൂല. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. എന്നോട് ഓർമ്മിപ്പിക്കുകയാണ്, ഇരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ നിലക്ക് ഒരൊറ്റ ശരീരത്തെ പോലെ കാണണം. മറ്റുള്ളവന്റെ പ്രയാസം, മറ്റുള്ളവന്റെ വിഷമം, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ട് അത് ഉൾക്കൊള്ളാനും പരിഹരിക്കാനുള്ള സന്മനസ് വേണം. പക്ഷേ സ്വാഭാവികമായി ചില മനുഷ്യന്മാരുടെ സ്വഭാവം, ഇവിടെയുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചിലരുടെ സ്വഭാവം നേരെ തിരിച്ചാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ചു, ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ എത്ര പണിയുണ്ട്. ഒരാളെ ജീവിതത്തിൽ അയാൾ നല്ല ആളാണ് എന്ന് പറയണമെങ്കിൽ എത്ര പണിയുണ്ട്. അതേ സ്ഥാനത്ത് ഒരാളെ പറ്റി മോശമാക്കി പറയാൻ കുറെ സമയം വേണോ, ഒരുപാട് കുറ്റം വേണോ, ഒരുപാട് പോരായ്മ വേണോ? വേണ്ട, ഒരു ചെറിയ ന്യൂനത കിട്ടിയാൽ തന്നെ അതിന് മേലെ കടിച്ചു തൂങ്ങിയിട്ട് അയാൾ മോശക്കാരനാന്ന് പറയാൻ നമ്മൾ റെഡിയാണ്. ഒരു നന്മ പറയാൻ നമ്മൾ വളരെ പിറകിലാണ്, തിന്മ എടുത്ത് പറയാൻ നമ്മൾ വളരെ ജോറാണ്. ഇങ്ങനെയല്ല ഒരു മുസ്ലിമായ മനുഷ്യൻ വേണ്ടത്. മറിച്ചോ നന്മകളും തിന്മകളും ഒരുപോലെ കാണാൻ എന്ന് പറഞ്ഞാൽ തിന്മക്ക് പ്രോത്സാഹനം നൽകണം എന്നല്ല, തിന്മക്ക് അവർക്ക് തിന്മ ചെയ്യുമ്പോൾ അതിന് തീരെ വില വെക്കാതിരിക്കണം എന്നല്ല. മറിച്ചോ നന്മ ചെയ്യുന്നവനെയും നമ്മളോട് തിന്മ ചെയ്യുന്നവനാണെങ്കിലും അവനും നന്നാകണമെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് വേണം. അവനും നന്നാകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് വേണം. അവനെയും കൂടി നന്മയിലേക്ക് എത്തിക്കാനുള്ള മനസ്സ് വേണം. അതാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, മോനെ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന മറ്റൊരാൾക്കുള്ള വിട്ടുവീഴ്ചയുണ്ടല്ലോ, മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നിനക്ക് ഇസ്സത്തല്ലാതെ പ്രതാപമല്ലാതെ ജീവിതത്തിൽ അധികരിപ്പിക്കൂല. അപ്പൊ നമുക്ക് തോന്നുകയാണ്, അയാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞിട്ടില്ലേ മുസ്ലിയാരെ, അയാൾ അങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നല്ലോ. ശരിയാണ്, മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞു പോയാൽ പിന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നാ ഞാൻ പറഞ്ഞത്. പണ്ട് എന്തിനാ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നത്? പറഞ്ഞു പോയത് കൊണ്ടാണ്. പറഞ്ഞു പോയാൽ പിന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള സന്മനസ് വേണം. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ടാകില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ചില ആളുകളുണ്ട്, കമ്മിറ്റിയിലെത്തിയാൽ ഭയങ്കര ജോറാണ്, പ്രവർത്തനത്തിലൊന്നും എവിടെ ഉണ്ടാവില്ല, ഒരു പരിപാടിക്കും കിട്ടൂല, ഒരു സഹകരണത്തിനും കിട്ടൂല, ഒന്നിനും കിട്ടൂല. പിന്നെ കമ്മിറ്റിയിൽ വന്നിട്ട് കണക്ക് ചോദിക്കാൻ ഭയങ്കര ജോറായിരിക്കും. അതുപോലെ കമ്മിറ്റിയിൽ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കാൻ ഭയങ്കര ജോറായിരിക്കും. കമ്മിറ്റിയിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ ഭയങ്കര ജോറായിരിക്കും.
അത് കാണുമ്പോൾ നമ്മൾ അയാളെ ഈകഴ്ത്താൻ പോകരുത്, അയാളെ കുറ്റപ്പെടുത്താൻ പോകരുത്, അയാളെ ഗീബത്ത് പറയാൻ പോകരുത്. പിന്നെന്താ മുസ്ലിയാരെ വേണ്ടത്? അയാളെ പ്രസിഡന്റ് ആക്കണോ വേണ്ടത്? അതല്ല ഞാൻ പറഞ്ഞത്. അയാളെ പ്രസിഡന്റ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ചോ അയാളെയും കൂടി നന്നാക്കിയെടുക്കാനുള്ള മനസ്സ് വേണം. ചിലപ്പോ ചില ആളുകൾ അങ്ങനെയാണ്. നിങ്ങൾ കാണുന്നില്ലേ, ചെറിയ മക്കള് ചിലപ്പോ നമ്മളോടൊന്നും പറയാൻ പറ്റാത്ത രൂപത്തിൽ ചെറിയ മക്കള് സംസാരിക്കും അല്ലെ? അവര് സംസാരിച്ച നമ്മൾ എന്താ ചെയ്യല്? അവന്റെ വിവരക്കുറവാണ് എന്ന് ഉൾക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു ബാപ്പന്റെ സ്ഥാനം ലഭിക്കുന്നത് അല്ലെ? ഒരു ചെറിയ കുട്ടി എന്തോ അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതിന്റെ പേരിൽ ഒരു വലിയ പ്രായവും പക്വതൊക്കെ ഒരു ബാപ്പ ഒരു മകനെ പിടിച്ച് മുരുണ്ടി അങ്ങ് ചാടിക്കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയാളെ പറ്റി എന്തു പറയും? ഇത്ര വിവരമില്ലാത്ത മനുഷ്യൻ ചെറിയ കുട്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത ബാപ്പയായി പോയി. എന്ത് പറയാനാണ് എന്ന് പറയും അല്ലേ? എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര വലുതായാലും ചിലപ്പോ ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും. പ്രായം കുറെ ഉണ്ടാകും, പക്ഷേ അവരെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കും. പക്ഷെ പറയുന്നതിൽ ചിലപ്പോ സംസാരത്തിന്റെ ശൈലി ശരി ഉണ്ടാകൂല, പറയുന്നത് ചിലപ്പോ രൂപം ഉണ്ടാകൂല, കൽപ്പന ഉണ്ടാകൂല, പല രൂപത്തിലിരിക്കും. അവരോടും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സാണ് നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആ നിലക്ക് വന്ന് സംസാരിച്ചിരുന്ന പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ നിലക്ക് സംസാരിച്ചിട്ടും ഒരു വിവേചനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കാതെ അവരോടും കാരുണ്യം മാത്രം ചൊരിഞ്ഞു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണമെന്നറിയോ? അങ്ങനെ ഒരു വിവരമില്ലാത്തവന്റെ മുന്നിൽ തൽക്കാലം അങ്ങ് നമ്മൾ താഴ്ന്നു കൊടുത്താലും നമ്മൾക്ക് തൽക്കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അങ്ങനെ അയാളെ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അവന്റെ മുന്നിലും വിനയം കൊണ്ട് മിണ്ടാതിരിക്കാനുള്ള സന്മനസ് കാണിച്ചാൽ, അവനെ വേദനിപ്പിക്കാനുള്ള വാക്ക് പറയാതിരുന്നാൽ, അവനെ വിഷമിപ്പിക്കാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്താൽ അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല വിനയത്തിന്റെ ഹൃദയം അവൻ സമ്പാദിച്ചിട്ടുണ്ടോ? വിട്ടുവീഴ്ചയുടെ മനസ്സ് സമ്പാദിച്ചിട്ടുണ്ടോ? ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹു അവന്റെ മാത്രം ഉയർത്തിയിട്ടല്ലാതെ ബാക്കിയാകൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മനുഷ്യനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സാ നമുക്ക് ഉണ്ടാകേണ്ടത്. വിവരമില്ലാത്തവനാണെങ്കിൽ അവൻ വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്, അത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്മനസ് നമുക്കുണ്ടായാൽ എന്റെ റബ്ബ് എന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തോളുമെന്ന് ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള സന്മനസ് നമുക്കുണ്ടായാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ റബ്ബ് തന്നോളും. ഈ ഒരു മനസ്സ് സമ്പാദിക്കണേ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ഏതൊരടിമക്കും നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അവിടെ നിനക്ക് അല്ലാഹ് ഇസ്സത്തല്ലാതെ അധികരിപ്പിക്കൂല. ഓ എന്റെ വയല് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള്, വല്ലാതെ ദാമ്പത്യ ജീവിതം തകർന്നു പോകുന്ന കാലഘട്ടത്തില് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ഞാൻ ഇവിടെ വരുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്, എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് തീർക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പരിഹാരം കണ്ടത്? അപ്പൊ ഇയാള് പറയാണ്, ഞാൻ കണ്ട പരിഹാരം, ഞാനൊരു തങ്ങളെടുക്കൽ പോയി. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞത് വീട് വിറ്റ് കളയാനാണ്, വീട് വിറ്റാ പ്രശ്നം തീരുന്നതാണ്. ഞാൻ ചോദിച്ചെന്താ, വീടിന്റെ സ്വഭാവമാണോ മോശം, ഭാര്യന്റെ സ്വഭാവമാണോ മോശം? അപ്പൊ ഇയാള് പറഞ്ഞു, തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീട് വിറ്റങ്ങളെല്ലാം പ്രശ്നവും തീരും. ഞാൻ ചോദിച്ചാ എന്റെ അല്ല, ഇത്രയും കാലം ബാപ്പയും ഉമ്മയൊക്കെ ജീവിച്ച വീടാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ടോ ഇപ്പൊ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീട് വിറ്റങ്ങ് ഒഴിവാക്കി കളയണം, വേറെ വീട് എവിടെയാണ് വാങ്ങേണ്ടത് എന്നറിയില്ല. ഞാൻ ചോദിച്ചു, എന്താണ് മുസ്ലിമേ, എന്താ നീ പറയുന്നത്? നല്ല സ്വഭാവം ഉണ്ടായാൽ, നല്ല വിട്ടുവീഴ്ചയുടെ മനസ്സുണ്ടായാൽ അവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ഭാര്യന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച വേണ്ട സ്ഥലമായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച വേണ്ട സ്ഥലമായിരിക്കാം. എവിടെയാണ് വേണ്ടത് എന്ന് പഠിച്ചാലേ പറയാൻ കഴിയൂ. ചിലപ്പോൾ ഭർത്താവ്
ഭർത്താവ് വിട്ടുവീഴ്ചയില്ലാത്തവനായിരിക്കും, ഭാര്യ അതിനേക്കാളും വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാകൂല. പാമ്പും കീരിയും പോലെ ആയാൽ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകൂല. മറിച്ചോ ഇടക്ക് പാമ്പായി കൊടുക്കണം, ഇടക്ക് കീരിയായി കൊടുക്കണം, രണ്ടും ആയി കൊടുക്കണം. എങ്ങനെ? ചിലപ്പം വീട്ടിൽ കയറി ചെല്ലുമ്പോ നല്ല വേർത്ത് ഒലിച്ച് അധ്വാനിച്ച് ചുവടൊക്കെ എടുത്ത് അധ്വാനിച്ച് വീട്ടിലേക്ക് ക്ഷീണത്തോടെ കയറി ചെല്ലുമ്പോ ചിലപ്പം ഭാര്യ ചോദിക്കും, നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അല്ലേ, നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമുള്ളത്? എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അന്ന് മീൻ കിട്ടിയിട്ടില്ല. ഇതിന്റെ പേരിൽ ഭാര്യന്റെ വെറുപ്പ് തീർത്തതാണ്. നിങ്ങളെ കൊണ്ടെന്താ കാര്യം ചോദ്യം. അപ്പൊ തിരിച്ച് നിന്നെ കൊണ്ടെന്താ കാര്യം? നിന്നെ 3 ഞാൻ ചൊല്ലിയിരിക്കുന്നു, നിന്നെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാ പിന്നെ അവിടെ സമാധാനം ഉണ്ടാകുമോ? ഇല്ല. അല്ലെങ്കിലോ ഞാൻ നിന്നെ 1 ചൊല്ലിയിരിക്കുന്ന 2 അവിടെ നിൽക്കട്ടെ, 2ന്റെ കാര്യം ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് തീരുമാനം എടുക്കാന്ന് പറയുകയാണെങ്കിൽ പിന്നെ 2 ചെല്ലേണ്ട ആവശ്യമില്ല. അതോടുകൂടെ തന്നെ ദാമ്പത്യ ജീവിതം തകർന്നു കഴിഞ്ഞു. അതോടുകൂടെ തന്നെ ദാമ്പത്യ ജീവിതം തകർന്നു. കാരണം ചൊല്ലാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, ഇത് പൂർത്തീകരിക്കാനേ ബാക്കിയുള്ളൂ. നമ്മൾക്കറിയാം 1 ചൊല്ലിയിട്ട് പിന്നെ ഇനി 2 ബാക്കിയുള്ളൂ. അല്ല, ഇനി ഇത് ഞാനിങ്ങനെ പിൻവലിച്ചിരിക്കുന്നതിന് ബാക്കി പിന്നീട് 3 ചൊല്ലുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. 1 ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ 2 ബാക്കിയുള്ളൂ. അങ്ങനെ നീ തൊലാഖിന്റെ വാക്കുകൾ പറഞ്ഞു പോയാൽ പിന്നെ അവളെ മനസ്സുകൊണ്ട് ഒരിക്കലും നിന്നെ ഇണക്കി ചേർക്കാൻ കഴിയൂല. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണം. അപ്പൊ കയറി ചെല്ലുമ്പോ തന്നെ ചിലപ്പോ ഇതുപോലെ നല്ല മനസ്സ് കുത്തുന്ന വർത്താനം പറയും ചിലപ്പോ ഭാര്യമാര്. അല്ലേ, എപ്പോ പറഞ്ഞാലും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കലുണ്ട്. ഒരു വട്ടം വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ തൽക്കാലം സമയമില്ല, ഇൻഷാല്ലാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എപ്പോഴാ ഞങ്ങള് വാങ്ങിത്തരല്? അല്ലേ, 1000 വട്ടം വാങ്ങിച്ചു കൊടുത്താലും ചിലപ്പോ ചില സ്ത്രീകൾ അങ്ങനെ പറയും. മംഗലാപുരം ഭാഗത്തും അതുപോലെ കില്ലൂര് ഭാഗത്തൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എത്ര വാങ്ങിച്ചു കൊടുത്താലും ചില സ്ത്രീകൾ അങ്ങനെ പറയുള്ളൂ. 1000 വസ്ത്രം വാങ്ങിച്ചു കൊടുത്താലും അവർക്ക് പിന്നെയും പറയാനുള്ളത് നിങ്ങൾ എപ്പോഴാ പറഞ്ഞാ വാങ്ങിച്ചു തരില്ല. അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് കൊടുക്കാനുള്ള മനസ്സ് വേണം. അപ്പൊ തന്നെ പ്രതികരിക്കണം എന്നില്ല. ഏറ്റവും നല്ല ജവാബ്, ഏറ്റവും നല്ല ഉത്തരം സ്വന്തം മിണ്ടാതിരിക്കലാണ്. അവിടെ മിണ്ടാതിരിക്കാനുള്ള സന്മനസ് വേണം. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് മിണ്ടാതിരിക്കാനെങ്കിലും അവളെ ചൂടിൽ പറയുമ്പോ സാരമില്ല, അവക്ക് എന്നല്ലാതെ പറയാൻ വേറൊരു ഭർത്താവ് ഇല്ലല്ലോ, അവക്ക് 2 ഭർത്താവ് ഉണ്ടെങ്കിൽ ഓനെ പറഞ്ഞോട്ടെ എന്ന് വെക്കായിരുന്നു. ഞാൻ ഒറ്റ ഭർത്താവല്ലേ അവൾക്കുള്ളൂ, അവൾ എന്നെ പറയേണ്ടത് എന്നെ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച് കേട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് സന്തോഷാണ്, എന്ത് സമാധാനാണ്. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ക്ഷീണത്തോടെ കയറി വരുന്ന ഭർത്താവ് വെറുപ്പ് പിടിക്കുമ്പോ ആ ഭർത്താവ് വെറുപ്പ് പിടിക്കുന്നത് കാണുമ്പോ തലതാഴ്ത്തി വെച്ച് ചിരിക്കാനുള്ള മനസ്സ് വേണം. എന്റെ ഭർത്താവ് 2 വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, 1 കഴിച്ചിട്ടുള്ളൂ. എന്നാൽ എന്നെ പോലെയാണോ അയാൾക്ക് മഥന വസുലാഥ വറുബ എന്നും പറഞ്ഞിട്ടാ നിക്കാഹ് തന്നെ ഓതിക്കൊടുത്തത്. 2 വേണമെങ്കിൽ കുടുങ്ങിയാൽ കെട്ടുന്നതിന് തകരാറില്ല എന്ന് പറഞ്ഞിട്ട് അയാള് 2 കെട്ടിയിട്ടില്ലല്ലോ. ആവശ്യമാണെങ്കിൽ 2 കെട്ടൽ ജായിസാണ് എന്ന് പറഞ്ഞിട്ട് പോലും അയാള് 2 കെട്ടിയിട്ടില്ലല്ലോ. അയാൾക്ക് വെറുപ്പ് പിടിക്കാൻ ഞാൻ തന്നെയല്ലേ ഭാര്യയായിട്ടുള്ളൂ. ഞാനിത് കേട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വേറൊരു ഭാര്യനെ പറ്റി ചിന്തിക്കാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഏറ്റവും ചുരുങ്ങി അത് വിചാരിച്ചിട്ടെങ്കിലും, അത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പൊള്ളാതിരിക്കൂലല്ലോ, അത് വിചാരിച്ചിട്ടെങ്കിലും ഭർത്താവ് വെറുപ്പ് പിടിക്കുന്ന സമയത്ത് അത് കേട്ടുകൊടുക്കാനുള്ള മനസ്സ് സമ്പാദിച്ചു വെക്കണേ. ഒരു നേതാവിന് ഉണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? ഒരു നേതാവിന് ഉണ്ടാകേണ്ട ഏറ്റവും നല്ല സൽസ്വഭാവം എന്താണ്? ഒരു നേതൃത്വത്തിന് ഉണ്ടാകേണ്ട സ്വഭാവം എന്താണ്? ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവം എന്താണ്? ചെറിയ കുട്ടികളെ പോലെ പെരുമാറലല്ല. നിങ്ങൾ കാണുന്നില്ലേ നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന മക്കള്, മദ്രസയിലെ സദർ ഉസ്താദുമാരാണ് സ്റ്റേജിൽ ഇരിക്കുന്ന ഏകദേശം ഉസ്താദുമാരും ഞാൻ മനസ്സിലാക്കുന്നത്. ബക്കറ്റ് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ എന്തോ ചെലവുണ്ടോ? എന്തോ ഒരു പേടി പോലെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ സദർ ഉസ്താദുമാരോട് ചോദിച്ചാൽ, നമ്മളെ മദ്രസയിലെ ഉസ്താദുമാരോട് ചോദിച്ചാൽ അറിയാം. ചെറിയ കുട്ടികൾ കാണുന്നില്ല. എന്തിനാ അടി തുടങ്ങിയത്? അടി തുടങ്ങിയത് എന്തിനാണ്? അടി കഴിഞ്ഞിട്ട് മോനോട് ചോദിക്കാണ്, മോനെ നീ എന്തിനാ അടിച്ചത്? അതിപ്പോ എനിക്കറിയില്ല. മോനെന്തിനാ അടിച്ചത്? അതെനിക്കും അറിയില്ല, ഓനിക്കും അറിയില്ല. പിന്നെ ഞാൻ അതിലെ പോകും, മോൻ എന്നെ നോക്കിയപ്പോ ഞാൻ ഒന്നും കൊടുത്തു. മോനെന്തിനാ എന്നെ നോക്കേണ്ട ആവശ്യം? അല്ലേ? ഇതാണ് കുട്ടികളെ കാരണം. ഇതുപോലെ ആയി പോകരുത് പക്വതയുള്ള മനുഷ്യന്മാർ.
പിന്നെ ഓൻ നോക്കി, അവൻ തോണ്ടി, അല്ലെ, അവൻ തട്ടി. അതിന്റെ ഒക്കെ പേരിലാണ് കുട്ടികൾ തമ്മിലുള്ള അടിയും പിടിയൊക്കെ മദ്രസയിലും അതുപോലെ ചെറിയ LKG ഉണ്ടായിരുന്നു. ഇതുപോലെ വീട്ടിലെത്തിയാൽ നോക്കി, തോണ്ടി, തട്ടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഭർത്താവും ഭാര്യയും തമ്മിലടിക്കേണ്ട ഈ സ്വഭാവമാകരുത് നമുക്ക്. മറിച്ചോ പക്വതയുള്ളവരെ സ്വഭാവം, തോണ്ടിയാലും ഞാൻ തോണ്ടിയിരിക്കുന്നു വിചാരിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള മനസ്സ് വേണം. അതിനാണ് പക്വത എന്ന് പറയുന്നത്. ഒരാൾ വന്ന് തോണ്ടിയാൽ അയാൾ തോണ്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതെ അവിടെ ഇരുന്നാൽ എന്ത് സമാധാനം ഉണ്ടാകും? തോണ്ടിയവനും സമാധാനായി, നമുക്കും സമാധാനായി. ഇനി തോണ്ടിയപ്പോ തിരിച്ചു ഒന്ന് തോണ്ടിയാലോ എന്ന് വിചാരിച്ചാലോ? രണ്ടാളെ സമാധാനവും പോയി. പിന്നെ വീട്ടില് സമാധാനമില്ല, സന്തോഷമില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണം. അള്ളാന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നിന്റെ മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല പറഞ്ഞത്, നിന്റെ ഭാര്യക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല പറഞ്ഞത്, നിന്റെ കുടുംബത്തിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ചോ വിട്ടുവീഴ്ചയെ കുറിച്ച് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരടിമക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ഒരു സാധാരണ മനുഷ്യന് വിട്ടുവീഴ്ച കൊടുത്താൽ, നീയുമായി ബന്ധമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, അവന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ പോലും ഇല്ല അല്ലാഹു നിന്റെ ഇസ്സത്ത് അധികരിപ്പിച്ചിട്ടല്ല ബാക്കിയാക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏതോ ഒരു ബന്ധമില്ലാത്തവനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ തന്നെ അല്ലാഹു നിന്റെ ദർജ അധികരിപ്പിച്ചു, നിന്റെ ബഹുമാനം അധികരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ സ്വന്തം ഭാര്യക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, സ്വന്തം ഭർത്താവിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, സ്വന്തം മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, സ്വന്തം മാപ്പക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, സ്വന്തം ഉമ്മാക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിന്റെ പ്രതിഫലം എത്രയായിരിക്കും? അതിന്റെ മഹത്വം എത്രയായിരിക്കും? അതിന്റെ മഹത്വത്തിന്റെ വലുപ്പം എത്രയായിരിക്കും? അതിനനുസരിച്ചത് വലുതായിക്കൊണ്ടിരിക്കും. ആ ഒരു മനസ്സ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചെടുക്കണം. ആർക്കും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ്. നിങ്ങൾ നോക്കും, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അൻഫഖ സൗജൈന മിൻ ശൈഇൻ മിനൽ അശ്യാഇ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രണ്ട് വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തുവിനെ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് ഒരാൾ സദഖ ചെയ്താൽ ദുഇയ മിൻ അബ്വാബിൽ ജന്ന, അവനെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ വെച്ച് വിളിക്കപ്പെടും. അലിൽ ജന്നത്തി അബ്വാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗത്തിന് ഒരുപാട് കമാനങ്ങളുണ്ട് ജനങ്ങളെ, ഒരുപാട് വാതിലുകളുണ്ട് ജനങ്ങളെ. ഒരാളെ നിസ്കാരക്കാരനായാൽ ആ നിസ്കാരക്കാരനെ അവനേതാ നിസ്കാരത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ വെച്ച് സ്വർഗത്തിൽ വിളിക്കപ്പെടും. ജിഹാദിന് വേണ്ടി പോരാടിയവനാണോ അവർക്കുള്ള പ്രത്യേകമായ കവാടത്തിനടുക്കൽ വെച്ച് അവരെ വിളിക്കപ്പെടും. നല്ല കൊടുക്കാനുള്ള മനസ്സുള്ളവനാണോ സദഖയുടെ കവാടത്തിന്റെ അടുക്കൽ വെച്ച് അവനെ വിളിക്കപ്പെടും. ധാരാളം സുന്നത്ത് നോമ്പെടുക്കുന്ന സ്വഭാവക്കാരൻ എന്ന് പറയുന്ന വാതിന്റെ അടുക്കൽ വെച്ച് വിളിക്കപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഓ ഹബീബായ നബിയേ, ഒരുപാട് വാതിലുകൾ പറഞ്ഞല്ലോ, എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരാളാണെങ്കിൽ അയാളെ ഏത് വാതിലിന്റെ അടുക്കൽ വെച്ചാണ് നബിയെ വിളിക്കപ്പെടല്? ഫഹൽ യുദ്അദു മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, എല്ലാ വാതിലിന്റെ അടുക്കൽ വെച്ചും വിളിക്കപ്പെടുന്ന ഒരാള്, അങ്ങനെ ഒരാളുണ്ടാകുമോ നബിയേ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നഅം അൻദു അബൂബക്കർ വഅർജു അൻ തകൂന മിനു. ഓ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ ആ കൂട്ടത്തിലാകാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, സഹാബ മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വൈമാ, ഇന്നത്തെ ദിവസം നോമ്പെടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ഫഖാല സയ്യിദുനാ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുന്നത് ഞാനാണ്. ഖാല ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം ജനാസയെ പിൻപറ്റിയവനാരാണ്? ജനാസയുടെ കൂടെ പോയവനാരാണ്? മയ്യത്തിന്റെ കൂടെ പോയവനാരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ. ഫമൻ അത്അമ മിൻകും അൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുമ്പോ പാവപ്പെട്ടവനെ മറക്കാതെ, വിഷമം അനുഭവിക്കുന്നവനെ മറക്കാതെ ഭക്ഷണം കൊടുത്തവനാരാ? ഭക്ഷണം കഴിപ്പിച്ചവനാരാ? അപ്പോഴും എഴുന്നേറ്റ് നിന്ന് പറയുന്നു, അന യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നബിയേ. അതാ നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ രോഗികളെ ഇന്ന് സന്ദർശിച്ചതാരാണ്? പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളുടെ അടുക്കൽ പോയി ആശ്വസിപ്പിച്ചവനാരാ? ഫഖാല സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നബിയേ. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ സ്വഭാവം ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചത്. ഒന്നാമത്തേത്, നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ, നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണോ ചോദിച്ചത്? നിസ്കരിച്ചിട്ടുണ്ടോന്നാണോ ചോദിച്ചത്? അല്ല. ഒന്നാമത്തെ ചോദ്യം, പാവങ്ങളെ ഓർമ്മ വരുന്ന വിധത്തില് നോമ്പനുഷ്ഠിച്ചവൻ ആരാണ്? പട്ടിണിയുടെ വിഷമമറിയാനാണ് നോമ്പ്. ആ നോമ്പ് ഉണ്ടാകുമ്പോ പ്രയാസം അനുഭവിക്കുന്നവരെ സ്മരിക്കാൻ അത് കാരണമാകും. കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വൈമാ, നിങ്ങളെ കൂട്ടത്തിൽ നോമ്പുകാരനാരാ? വിഷമമില്ലാത്തവരില്ലല്ലോ, പ്രയാസമില്ലാത്തവരില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസങ്ങൾ മാറിയിട്ടാണ് യുസ്റായി മാറുന്നത്. ഒരുപാട് വിഷമങ്ങൾ സഹിക്കുമ്പോ അല്ലാഹു ഒരുപാട് എളുപ്പം ചെയ്തു പോയി. ജീവിതത്തിൽ പ്രയാസമില്ലാത്തവരുണ്ടാകൂല, വിഷമില്ലാത്തവരുണ്ടാകൂല. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അല്ലാഹു ആദരിച്ചൊരു സൃഷ്ടിയുണ്ടോ ലോകത്തില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്തേക്ക് വരുമ്പോ ബാപ്പയില്ല, ബാപ്പ വഫാത്തായി പോയിരിക്കുന്നു. 6 വയസ്സെത്തിയപ്പോ ഉമ്മയും വഫാത്തായി പോയിരിക്കുന്നു. പ്രയാസങ്ങളുടെ ലോകം. ആ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയപ്പോ വലിയ യുസ്ർ അല്ലാഹു നൽകിപ്പോയി. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി. എങ്ങനെയായത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാ? അല്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തപ്പോ അല്ലാഹു വലിയ ദർജ കൊടുത്തുപോയി മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഏത് മനുഷ്യനും പ്രയാസം ഉണ്ടാകും, വിഷമുണ്ടാകും. ആ വിഷമങ്ങൾ എന്തിനാണ് അല്ലാഹു നൽകുന്നത്? വിഷമങ്ങൾ പാവങ്ങളെ ഓർമ്മിക്കാനാണ്. വിഷമം അനുഭവിക്കുന്നവരെ ഓർമ്മ വരാനാണ്. വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്ന് അനുഭവിച്ച് രുചിച്ചറിയാനാണ്. എല്ലാവർക്കും അല്ലാഹു തആല വിഷമം നൽകും, പ്രയാസം നൽകും. അല്ലാഹു എല്ലാ കുർബിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും നമ്മളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂട്ടത്തിൽ ആരായിരുന്നു നിസ്കരിച്ചത് എന്നല്ല ചോദിച്ചത്. ആരാണ് സുന്നത്ത് നിസ്കരിച്ചത് ആരാണെന്നല്ല ചോദിച്ചത്. ആദ്യം ചോദിച്ചത്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വൈമാ, നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് നോമ്പനുഷ്ഠിച്ചവൻ ആരാണ്? രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. വല്ലാതെ വിഷമത്തെ മനസ്സ് വേദനിക്കുന്ന രംഗാണ്. കുടുംബത്തിലും അടുത്തവരിലും പെട്ടവര് മരണപ്പെട്ടു പോകുമ്പോ അല്ലാഹ് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്.
ഇത് പറയുമ്പോ ബാപ്പയും ഒക്കെ ഖബറിൽ കിടക്കുന്നത് ഓർത്തിട്ട് ആമീൻ പറയുന്നവരുണ്ടെങ്കിൽ അവരെ ഖബറിൽ നീ സ്വർഗം നൽകണേ അല്ലാ. മറ്റുള്ളവൻ നമ്മളിൽ നിന്ന് ബാപ്പമാര് പിരിയുമ്പോ, മക്കള് പിരിയുമ്പോ, ഉമ്മമാര് പിരിയുമ്പോ, ഭാര്യമാര് പിരിയുമ്പോ, ഭർത്താക്കന്മാര് പിരിയുമ്പോ മനസ്സിനുണ്ടാകുന്ന വേദന ചെറുതല്ല. ആ സമയത്ത് ജനാസയെ പിന്തുടർന്നാൽ ആ കുടുംബത്തിന് നൽകുന്ന സമാധാനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സമാധാനം പറയുമ്പോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ ഇരുത്തിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം ജനാസയെ പിന്തുടർന്നവൻ ആരാണ് സ്വഹാബ? ഇപ്പൊ വല്ലാത്തൊരു കാലഘട്ടമാണ്. മയ്യത്തിന്റെ കൂടെ പോകാൻ ആളുകൾ മടിക്കുന്ന കാലമാണ്. മയ്യത്ത് പരിപാലിക്കാൻ ആളെ കിട്ടാത്ത കാലമാണ്. മയ്യത്തിന് വേണ്ട സേവനം ചെയ്യാൻ ആളെ കിട്ടാത്ത കാലമാണ്. വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ, മനസ്സ് വേദനിച്ച് രോഗിയായി കിടക്കുന്നവരെ കൂട്ടത്തിലുള്ളവരെ സന്ദർശിച്ചവരാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി ചോദിക്കുകയാണ്, മൂന്നാമതായി ചോദിക്കുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് രോഗികളെ സന്ദർശിച്ചവർ? കാരണം എന്താണ്? രോഗിയാകുമ്പോൾ സ്വാഭാവികമാണ് മാനസികമായ ഒരു തളർച്ച. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാര്, വയല് കേൾക്കുന്ന ചെറുപ്പക്കാര്, വയല് കേൾക്കുന്ന ഉമ്മമാര്, നമ്മളെ വീട്ടിൽ രോഗികളായാൽ, ആരെങ്കിലും രോഗം ബാധിച്ചു പോയാൽ അവര് ചിലപ്പം വിഷമം പറയല് കൂടുതലാണ്, കുറ്റം പറയല് കൂടുതലാണ്, പറയല് കൂടുതലാണ്, നിസാരപ്പെടുത്തല് കൂടുതലാണ്. ഇതിന്റെ പേരിൽ അവരെ വെറുക്കാൻ പാടില്ല, അവരെ നിസാരപ്പെടുത്താൻ പാടില്ല. അവരെ സമാധാനിപ്പിക്കാനുള്ള മനസ്സ് ജീവിതത്തിൽ സമ്പാദിക്കണേ. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയപ്പോ എന്നോട് അയാൾ പറഞ്ഞു, ഒരേ ഒരാവശ്യം എനിക്കുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താണ്? ആരും ഇങ്ങോട്ട് വരാതിരുന്നാ മതി. ഞാൻ ചോദിച്ചാ എന്തേ, ആരെങ്കിലും വന്നാൽ എന്തോ സംഭവിക്കുമോ? അപ്പൊ ഇയാള് പറയാണ്, ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടല്ല. എന്നെ വന്നാ ചില ആളുകൾ കണ്ടാ തുടങ്ങും, പാടച്ച റബ്ബേ നിന്റെ കോലായി പോയതായി. എനിക്കറിയില്ല, ഞാൻ കണ്ണാടിയൊക്കെ കാണുന്നില്ലേ? എന്റെ കോല എന്തായത് ഞാൻ കാണുന്നില്ലേ? എന്റെ തടി എത്ര കുറഞ്ഞിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ട്, ഞാൻ എന്തായത് ഞാൻ കാണുന്നുണ്ട്. എന്നാലും വന്നിട്ട് അതിങ്ങനെ വന്ന് കുത്തി വേദനിപ്പിക്കുന്ന സ്വഭാവക്കാരുണ്ട്. ഓ ഉമ്മമാരെ, അങ്ങനെയായി പോകാൻ പാടില്ല. ഒരാളും മെലിഞ്ഞിട്ട് കണ്ടാൽ പോലും എന്തേ നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞൊട്ടി പോയത്, എന്താ രോഗം പിടിച്ചു പോയോ എന്ന് ചോദിച്ചു. രോഗമില്ലാത്തവനെയും കൂടി രോഗിയാക്കാൻ പോകരുത്. മറിച്ചോ രോഗിയോട് സമാധാനമുള്ള വാക്കുകൾ പറയണം, സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയണം, മനസ്സിന് റാഹത്ത് കിട്ടുന്ന വാക്കുകൾ പറയണം. അതിനാണ് പ്രതിഫലം കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ ആദ മിൻകും യൗമ മരീളാ, നിങ്ങളെ കൂട്ടത്തിൽ രോഗികളെ സന്ദർശിച്ചവരാരാണ്? വലിയ പ്രതിഫലാർഹമായ അമലാണ്. നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഇന്ന് പണക്കാരനെ പരിഗണിച്ചത് ആരാണ് എന്നല്ല, മുതലാളിമാരെ പരിഗണിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. മുതലാളിമാർക്ക് ആവശ്യമായത് ചോദിക്കാൻ ആളുകളുണ്ട്. മുതലാളിക്ക് രോഗിയായാൽ ചെന്നു നോക്കാൻ ആളുണ്ട്. മുതലാളിയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ ആളുകളുണ്ട്. മുസ്ലിമേ, പാവങ്ങളെ പരിഗണിക്കണേ, മിസ്കീന്മാരെ പരിഗണിക്കണേ, വിഷമം അനുഭവിക്കുന്നവരെ പരിഗണിക്കണേ, ഇല്ലായ്മയുള്ളവരെ പരിഗണിക്കണേ. അങ്ങനെ നാല് ഇല്ലായ്മയുള്ളവർക്ക് ഓർമ്മിപ്പിക്കുന്ന കർമ്മങ്ങൾ ഇന്ന് ജീവിതത്തിൽ ചെയ്തവനാരാ? അങ്ങനെ ചെയ്തവൻ എന്റെ കൂട്ടത്തിലുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിച്ചു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഓ ഈമാനുള്ള വിശ്വാസികളെ, ആ മിസ്കീനിനെ പരിഗണിച്ചവനാണോ? രോഗിയെ പരിഗണിച്ചവനാണോ? വിഷമം അനുഭവിക്കുന്നവനെ ഓർത്തവനാണോ? പട്ടിണിയുടെ രുചി എറിഞ്ഞവനാണോ? അവന് സ്വർഗ്ഗം ഉണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? എന്നാ വയല് കേൾക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ പരിഗണിച്ചാൽ, പാപ്പമാരെ പരിഗണിച്ചാൽ, മാമമാരെ പരിഗണിച്ചാൽ, ഉപ്പാപ്പമാരെ പരിഗണിച്ചാൽ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് എന്നോട് പറയാണ്, നിങ്ങളോട് പറയാണ്, ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനിക്ക് നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കണേ എന്ന് പറഞ്ഞ അല്ലാഹ് പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നിങ്ങൾ നല്ലത് ചെയ്തു കൊടുക്കണേ, നന്മ ചെയ്തു കൊടുക്കണേ. ഒരു വാക്ക് കൊണ്ടും അവരെ വേദനിപ്പിക്കരുത്, ഒരു നോട്ടം കൊണ്ടും നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്, ഒരു ചിരി കൊണ്ടും അവരെ വേദനിപ്പിക്കരുത്. അതെങ്ങനെ മുസ്ലിയാരെ ചിരി കൊണ്ട് വേദനിപ്പിക്കല്? ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറഞ്ഞിട്ട് പോലും ചിരിച്ചേക്കരുത്. ഉമ്മയെ പേര് കൊണ്ട് വിളിക്കുന്നവനാണോ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുമെന്ന് ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചില്ലേ? കാരണം ഉമ്മാക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തോളൂ, ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ അത് കാരണമാണ്. ഉമ്മാനെ ബഹുമാനിച്ചോളണേ, പാപ്പനെ ബഹുമാനിച്ചോളണേ. ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വലിയ പണിയാണ് കേട്ടോ. ചരിത്രങ്ങളിലേക്ക് ഞാൻ വിശാലമായി ഇപ്പൊ കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ നീ ഒരു അടിമക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ഒരു മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, നീ സാധാരണ ബന്ധം പുലർത്തുന്നവന് തന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, അതെ അല്ലാഹു നിനക്ക് ഇസ്സത്ത് തന്നു പോയിന്നാണ്, അല്ലാഹ് നിനക്ക് വലിയ പവർ തന്നു പോയിന്നാണ്, അല്ലാഹ് നിന്റെ ദർജന ഉയർത്തിപ്പോയിന്നാണ്. സ്വന്തം ഉമ്മാക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ആ ഉമ്മനെ പരിഗണിച്ചാൽ, ഉമ്മാന്റെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണം എത്രയാണെന്നറിയൂ, പറഞ്ഞു തീർക്കാൻ കഴിയൂല. രോഗിയെ ശുശ്രൂഷിച്ചതിന്റെ കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേക്ക് സ്വർഗ്ഗമുണ്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദ് കേൾക്കാൻ വന്ന ഉമ്മമാരെ, എന്റെ ഉമ്മയല്ലല്ലോ ഭർത്താവിന്റെ ഉമ്മയല്ലേ? ആ ഉമ്മാക്ക് പെൺകുട്ടികളുണ്ടല്ലോ, ഭർത്താവിന് പെങ്ങന്മാരുണ്ടല്ലോ, എന്തേ അവർക്ക് നോക്കിയാൽ ഞാൻ എന്തിനാണ് അവന്റെ ഉമ്മാനെ നോക്കേണ്ട ആവശ്യം എന്ന് ചിന്തിക്കുന്ന മനസ്സ് വരാറുണ്ടോ? കൈയൊഴിക്കണേ. സാധാരണഗതിയിൽ തന്നെ രോഗിയെ ശുശ്രൂഷിച്ചാൽ അത് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള കാരണമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭർത്താവിന്റെ മനസ്സിൽ ഉമ്മാനെ നോക്കിയിട്ടൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ നീ സമ്പാദിച്ചാൽ സ്വർഗ്ഗം കിട്ടാൻ അത് കാരണമാകുമെന്നത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എന്റെ വയല് കേൾക്കുന്ന പെങ്ങന്മാര്, ഭർത്താവിന്റെ ഉമ്മക്ക് സേവനം ചെയ്യുമ്പോ, ഭർത്താവിന്റെ ബാപ്പക്ക് സേവനം ചെയ്യുമ്പോ, അവർക്ക് ആവശ്യമായ ഖിദ്മത്ത് ചെയ്യുമ്പോ, അവരെ വസ്ത്രം അലക്കി കൊടുക്കുമ്പോ, അവർക്ക് ആവശ്യമായ ഖിദ്മത്ത് ചെയ്യുമ്പോ, ഞങ്ങൾ സ്ത്രീകളും ഒരുപാട് പൗരത്തുള്ളവരാണ്, ഞങ്ങൾക്കും എല്ലാറ്റിനും കഴിയും. പുരുഷന്മാർക്ക് മാത്രല്ല, ഇതൊന്നും ചെയ്താലും ഇവിടെ വിജയം കൈവരിക്കൂല. വീട്ടു ജോലി ചെയ്തിട്ടൊന്നും നന്നാകാൻ പോകുന്നില്ല, പാപ്പനെ നോക്കിയിട്ടൊന്നും നന്നാകാൻ പോകുന്നില്ല, ഭർത്താവിന്റെ ഉമ്മാക്ക് സേവനം ചെയ്തിട്ടൊന്നും ഇവിടെ സ്വർഗം കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്കും പൊതുരംഗത്തേക്ക് ഇറങ്ങണമെന്ന് ചിന്തയോടുകൂടെ അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ പച്ചങ്ങി കടിച്ചു കീറിയിട്ട് ഇത്തരം നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാണ് പെങ്ങള്.
യാതുമില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്ന സർവ്വസ്ഥാനവും കിട്ടണം പോലും, ചില പുരുഷന്മാർക്ക് സ്ത്രീക്ക് കിട്ടുന്ന സർവ്വസ്ഥാനവും കിട്ടണം പോലും. ഓ മുസ്ലിമേ, ഒരിക്കലും പെണ്ണും ആണും ഒന്നാകൂല. പ്രസംഗിക്കാൻ ചിലപ്പോ നാവ് കൊണ്ട് കഴിഞ്ഞേക്കും. ആണും പെണ്ണും ഒരുപോലെയാണ്, ഒരുപോലെയാണെന്ന് പറയാനേ പറ്റൂ. ഒരിക്കലും ഒരുപോലെ ആക്കാൻ മനുഷ്യന് സാധിക്കൂല. എന്തേ കാരണം? ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പെണ്ണിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആണിന് ആസ്വദിക്കാനുള്ള മനസ്സുള്ള കൊടുത്തിട്ടുണ്ട്. പെണ്ണിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആസ്വദിക്കാനുള്ള മനസ്സ് പുരുഷനാണ്. അതേപോലെ പുരുഷന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആസ്വദിക്കാനും അവന്റെ കോലങ്ങൾ നോക്കിയിട്ട് ആസ്വദിക്കാനും ഉള്ള അവസരം കൊടുത്തത് പുരുഷനാണ്. നേരെ തിരിച്ചായി കിട്ടണം. പുരുഷനായ ഞാനൊന്ന് പ്രസവിക്കണം, ഭാര്യ പോയിട്ട് അധ്വാനിക്കട്ടെ എന്ന് പുരുഷൻ വിചാരിച്ചാൽ വീട്ടിലെ പട്ടിണിയാണ് കേട്ടോ. ഞാൻ പ്രസവിച്ചാലും കുഴപ്പമില്ല, ഇപ്പൊ തീരെ പ്രസവത്തിന് പ്രശ്നമില്ലല്ലോ, ഓപ്പറേഷനിലെ കൂടുതലും അവിടെ കിടന്നു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പുരുഷന്മാര് വിചാരിക്കുകയാണ് നമ്മൾ സമരം ചെയ്താലോ, ഇനി ഞാൻ പ്രസവിക്കട്ടെ, ഓള് പ്രസവിക്കാൻ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ പ്രസവിക്കാൻ ആളുണ്ടാകുമോ? ഒരു പഞ്ചായത്തിന്റെ തീരുമാനമാണ്, മുനിസിപ്പാലിറ്റിയുടെ തീരുമാനമാണ്, ഗവർണറുടെ തീരുമാനമാണ്, ഗവൺമെന്റിന്റെ തീരുമാനമാണ്. പുരുഷന്മാര് പ്രസവിക്കട്ടെ, പ്രസവിക്കാൻ ആളെ കിട്ടുമോ? പ്രസവിക്കാൻ പുരുഷന് കഴിയുമോ? ഇല്ല ഇല്ല. അല്ലാഹു ഇണയാക്കിയിട്ടാണ് പെണ്ണിനാണിന് പഠിച്ചു കൊടുത്തത്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാ ഉമ്മമാരെ നമുക്ക് ഉണ്ടാകേണ്ടത്. ഏതെങ്കിലും നിരീശ്വരവാദികൾ വന്നിട്ട്, വിവരമില്ലാത്തവൻ വന്നിട്ട് സ്ത്രീകൾക്ക് ഇസ്ലാം സ്ഥാനം നൽകിയില്ല എന്ന് പറഞ്ഞെങ്കിലും അത് വിവരക്കേടാണ് കേട്ടോ. സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അവിടുന്ന് സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം. ജീവിക്കാൻ അവസരം കൊടുത്തു എന്നതിന്റെ അപ്പുറം എന്റെ ജീവിക്കാൻ അവസരം ഇല്ലേ? ഇല്ല. ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരം കൊടുത്തു എന്നാൽ അത് മാത്രമാണോ? ശരിയായ ജാജകീയമായ ജീവിതം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് കൊടുത്തു. അവർക്ക് ഒരു ടെൻഷൻ മേടിക്കണ്ട, വേദാറും വേണ്ട. വൈകുന്നേരമാകുമ്പോൾ ഭർത്താവ് നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഭക്ഷണമായിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തോളണം. രാജകീയമായി ജീവിച്ചോളണം. രാജാക്കന്മാരങ്ങനെയാ ജീവിക്കലില്ലേ? നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും രാജാവ് റോഡിൽ ഇറങ്ങിയിട്ട് കൈക്കോട്ടും എഴുതി എടുത്തിട്ട് ഇങ്ങനെ കൊത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്നത് കണ്ടോ? മരം മുറിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടോ രാജാക്കന്മാരെ? നിങ്ങൾ ഇല്ല. അവർ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്നിട്ട് അവർ ആവശ്യത്തിനുള്ള പൈസയും ആവശ്യമായ സാധനങ്ങളൊക്കെ മറ്റുള്ളവരിങ്ങനെ ചെയ്തു കൊടുക്കുകയാണ്, ഖിദ്മത്ത് ചെയ്യാണ്. ഇതുപോലെ ഭാര്യക്ക് ഭർത്താവ് ഖിദ്മത്ത് ചെയ്തോളണം. ഇത്ര നല്ല വിശാലമായ സുന്ദരമായ മതം ലോകത്ത് വേറെ ഏതാണ്? ഇരിക്കട്ടെ ഉമ്മമാരെ, ആ വീട്ടില് ജീവിക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ ബാപ്പക്ക് സേവനം ചെയ്താൽ, സ്വന്തം ഭർത്താവിന്റെ ഉമ്മക്ക് സേവനം ചെയ്താൽ ഇയാദത്തുൽ മരീളാണോ, രോഗിയെ സന്ദർശിച്ചാൽ തന്നെ പ്രതിഫലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രോഗിക്ക് ശുശ്രൂഷ ചെയ്താലുള്ള കാര്യം എന്ന് പറയാനാണ്, രോഗിക്ക് ആവശ്യമായത് ചെയ്തു കൊടുത്താലുള്ള കാര്യം എന്ന് പറയാനാണ്. ആ നിലക്ക് വലിയ ബഹുമാനം പറഞ്ഞു പോയി. ഇരിക്കട്ടെ, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബിയിനാ വഅലൈഹിസ്സലാം. ആ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചു, അല്ലാ, ഞാൻ വല്ലാതെ റബ്ബിന് നന്ദി ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണല്ലോ അല്ലാ. കിബറിന്റെ ചിന്തയല്ല, മറിച്ച് അല്ലാഹു നൽകിയ വലിയ നിഅമത്ത്, ആ നിഅമത്ത് എന്ന നിലക്ക് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം അല്ലാഹു അവിടത്തേക്ക് ഇബാദത്തിന് നൽകിയ അവസരങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കുമ്പോ അല്ലാഹു തആല വഹിയിറക്കാണ്. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന് വഹിയിറക്കിയിട്ട് പറയണോ, ദാവൂദ് നബിയേ, ലൈസ ഫിദ്ദുനിയാ അഅബദു മിന്നീ, എന്നെക്കാൾ അത് ഇബാദത്ത് ചെയ്യുന്ന ആരും ഭൂമിയിലില്ല എന്ന് തോന്നിപ്പോയോ? അവിടത്തേക്ക് വഹിയിറക്കി കൊടുക്കുകയാണ് അല്ലാഹു തആല. ഓ ദാവൂദ് നബിയേ, നിങ്ങൾ എന്നാൽ ഇന്ന മലയുടെ മേലെ കയറണം. ആ മലയുടെ മേലെ കയറിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പുരുഷനെ കാണാം, നല്ല കൃഷി ചെയ്തിരുന്ന ഒരു പുരുഷൻ. അയാളെ നിങ്ങൾ അടുക്കലേക്ക് ചെന്നാൽ അയാൾ എത്ര വർഷമായി ഇബാദത്ത് എടുക്കുന്നറിയോ? 700 കൊല്ലമായി ആ മനുഷ്യൻ അവിടെ നിന്ന് ഇബാദത്ത് ചെയ്യുന്നു. എന്നാ വെറും ഇബാദത്ത് മാത്രമാണോ?
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു ചെറിയ തെറ്റ്, ആ തെറ്റിന്റെ കാരണത്താൽ 700 കൊല്ലമായി അദ്ദേഹം അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. വലൈസ ബിദംബിൻ ഇൻദി, ആ തെറ്റ് എന്നോടുള്ള തെറ്റല്ല, മറിച്ച് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അയാളെ ഉമ്മനോട് സംഭവിച്ചു പോയ ചെറിയ ഒരു അപാകത. എന്താണ് അപാകത? ഉമ്മ വീട്ടിന്റെ ചുവട്ടിലിരിക്കുമ്പോ ആ ഉമ്മ വീട്ടിന്റെ ചുവട്ടിലുണ്ടെന്നത് മറന്ന് വീട്ടിന്റെ മേലെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ മേലെ നിന്ന് നടന്നു പോകുന്നതിന്റെ കാരണത്താൽ മേലുണ്ടായ മണ്ണ് ഉമ്മാന്റെ ശരീരത്തിലേക്ക് വീണുപോയി. അദ്ദേഹം നടന്നതിന്റെ കാരണത്താലാണല്ലോ ഉമ്മാന്റെ ശരീരത്തിൽ ആ മണ്ണ് വീണത് എന്ന നിലക്ക് ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത തൗബ വന്നുപോയി. ഞാൻ ഒരിക്കലും ഉമ്മാനെ നിസാരപ്പെടുത്താൻ പണിയെടുത്തിട്ടില്ല, പക്ഷേ ഞാൻ അവിടെ കയറിയപ്പോൾ എന്റെ നടത്തത്തിന്റെ കാരണത്താൽ ഞാൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നടന്നപ്പോ ഉമ്മാന്റെ ശരീരത്തിൽ മണ്ണ് വീണുപോയല്ലോ, അതെനിക്ക് പൊറുക്കണേ അല്ലാ. 700 കൊല്ലമായി മനുഷ്യൻ ഇബാദത്തെയും പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടോ ദാവൂദ് നബിയെ, നിങ്ങൾ ആ മലയുടെ മേലെ പോയിട്ട് അയാളോട് പറയണം, അല്ലാഹ് നിങ്ങൾക്ക് പൊറുത്തു തന്നിട്ടുണ്ട് കേട്ടോ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം മലയുടെ മേലെ കയറി ചെന്നപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു, മന്നന്ത, നിങ്ങൾ ആരാണ്? അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഞാൻ ദാവൂദ് നബിയാണ്. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഈ മനുഷ്യന്റെ മറുപടി, നിങ്ങൾ ദാവൂദ് നബിയാണ് എന്ന് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സലാം മടക്കുമായിരുന്നില്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഇയാൾ പറയാണ്, നിങ്ങളെങ്ങാനും ദാവൂദ് നബിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സലാം തന്നെ മടക്കുമായിരുന്നില്ല. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബീനാ അലൈഹിസ്സലാം മഹാനവറുകൾ ചോദിച്ചു, എന്ത് പറ്റിപ്പോയി? ഞാൻ സലാം മടക്കാൻ പറഞ്ഞാൽ മടക്കാതിരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പോഴാണ് ഈ മനുഷ്യന്റെ മറുപടി, ഞാൻ എന്റെ ഉമ്മയോട് ചെറിയ അദബ് സംഭവിച്ചിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മേലെ നടക്കുമ്പോ ഉമ്മാന്റെ ശരീരത്തിൽ അല്പം മണ്ണ് വീണ് പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് 700 കൊല്ലമായി ഞാനിവിടെ ഇബാദത്ത് ചെയ്യുന്നു നബിയേ. ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു നബിയേ. നിങ്ങളെ ഹൃദയത്തിൽ ഇന്ന് തോന്നിയില്ലേ, എന്നെക്കാൾ ഇബാദത്ത് ചെയ്യുന്ന ലൈസ ഫിദ്ദുനിയ അഅബദു മിന്നീ, എന്നെക്കാൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയൊരു മനുഷ്യൻ വേറെ ഭൂമിയിലില്ലാതെ നിങ്ങൾക്ക് തോന്നിപ്പോയില്ലേ? എന്നിട്ടൊരു ഇസ്തിഗ്ഫാർ നിങ്ങളെ ജീവിതത്തിൽ അതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ഇല്ലാത്തതിന്റെ കാരണത്താൽ ഞാൻ ആലോചിച്ചു പോയി, നിങ്ങളെ സലാം തന്നെ മടക്കേണ്ടതില്ലായിരുന്നു. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ഉടനെ തന്നെ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചു പോയി. അപ്പോഴാണ് അല്ലാഹു തആല വഴി ഇറക്കി കൊടുക്കുന്നത് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട്, അദ്ദേഹത്തോട് പറയൂ നബിയേ, അള്ളാഹു പൊറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രല്ല, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലാവാതി അദ്ദേഹത്തിന്റെ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തതായിട്ട് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് നബിയേ. അതൊന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഞാൻ എന്റെ റബ്ബ് പൊറുത്തു എന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഒരു മിനിറ്റ് മുന്നോട്ട് എന്റെ സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ റബ്ബിന്റെ തൃപ്തിയോടെ മരിക്കണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ നിസ്കാരത്തിലേക്ക് കടന്നു. സുജൂദിലേക്ക് എത്തിയപ്പോ ആ മനുഷ്യൻ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോയി എന്ന് മഹാനായ
ഇമാം ഖല്ലൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. ഈമാനുള്ള വിശ്വാസികളെ ഉമ്മന്റെ പൊരുത്തം, ഉമ്മാന്റെ സന്തോഷം, ഉമ്മാന്റെ മനസ്സിലുണ്ടാക്കുന്ന തൃപ്തി ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതുപോലെ നമ്മുടെ മറ്റുള്ള ഇഷ്ടപ്പെടുന്ന നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരോടുള്ള കാരുണ്യം ഒരൊറ്റ ശരീരം പോലെ കണ്ട് അവരെ പ്രയാസത്തിൽ അവരോട് സഹായിക്കാനും അവരോട് സഹകരിക്കാനും അവരെ വിഷമങ്ങളിൽ പങ്കുചേരാനുമുള്ള ഒരൊറ്റ ശരീരം പോലെയുള്ള മനസ്സ് ജീവിതത്തിൽ സമ്പാദിക്കുമ്പോഴാണ് നമ്മളെ ഈമാൻ പൂർത്തിയാകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ നിലക്ക് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ വീണ്ടും കാണാനും ഒരുപാട് ഇൽമുകൾ ചർച്ച ചെയ്യാനും പരസ്പരം പറയാനും കേൾക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നല്ല പനിയായിരുന്നു, അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രയാസമുണ്ട്. ഓപ്പൺ സ്റ്റേജും കൂടി ആയതുകൊണ്ട് സൗണ്ട് വല്ലാതെ വലിച്ചെടുക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈമാനുള്ള വിശ്വാസികളെ വഅദ് പറഞ്ഞിട്ട് ഒക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കിലോമീറ്ററുകളോട് ഇവിടെ വന്നത്, മറിച്ച് വഅദ് പറയുന്ന ഞാനൊന്ന് നന്നാകാനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅദ് പറയുന്നവർ കുറേ പറയുമ്പോൾ സ്വന്തത്തിൽ ഞാനൊന്ന് നന്നാകണം എന്നുള്ളൊരു ബോധം അവന്റെ മനസ്സിലുണ്ടാകാൻ അവന്റെ വഅദ് ഈമാനുള്ള തഖ്വയുടെ ഉദ്ദേശത്തോടു കൂടിയുള്ള വഅദാണെങ്കിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ലാഹു അത്തരം വഅദുകളുടെ കൂട്ടത്തിൽ നമ്മളെ സദസ്സുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സും നമ്മുടെ സർവ്വ സദസ്സുകളും അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ ഒക്കെ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. എല്ലാവരും ഒരു നാരിയത്ത് സലാത്ത് എഴുന്നേറ്റ് എന്ന് ചൊല്ലണം. മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ രോഗശമനത്തിനു വേണ്ടി അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരുന്നു. അല്ലാഹുവേ ഞങ്ങളെ സർവ്വ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നീയത്തി കൊടുക്കണം റഹ്മാനെ. അല്ലാഹ് നീ ദീർഘായുസ്സ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എന്ത് പ്രയാസമുണ്ടോ നീ നീക്കി കൊടുക്കണം റഹ്മാനെ. സർവ്വ അലവീങ്ങൾക്കും സർവ്വ സദാത്തുക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളിലോ ഞങ്ങളെ മജ്ലിസുകളിലോ പങ്കെടുക്കുന്നവരിൽ എന്ത് രോഗമുണ്ടോ ഞങ്ങൾക്കറിയില്ലെങ്കിലും നീ അറിയുന്നവനാണ്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ രോഗങ്ങളും നീ തന്നെ ശമനം നൽകണം റഹ്മാനെ. കാമില ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. മഹാനായ താജുൽ ഉലമ അല്ലാഹുവേ നീ ദർജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമ്മാനിച്ച സയ്യിദ് അവറുകൾ അൽഹംദുലില്ലാഹ് തങ്ങളവറുകളുടെ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും അൽഹംദുലില്ലാഹ് സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ SYSന്റെ സംഘടനാ രൂപീകരണം നടക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ നീ ഖൈർ ചൊരിയണം റഹ്മാനെ. ഒരുപാട് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നേതൃത്വത്തിനും പ്രവർത്തിക്കുന്ന മെമ്പർമാർക്കും എല്ലാവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. താജുൽ ഉലമയുടെ വഫാത്തിന്റെ കുറച്ചു മുമ്പ് ഈ പാവപ്പെട്ട മുതഅല്ലിം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്ന സമയത്തൊക്കെ പോകും. തങ്ങളവറുകളെ വീട്ടിന്റെ പരിസരത്ത് കൂടി ഒരു സ്ഥലത്ത് വാലിന് പോകുമ്പോ സയ്യിദ് അവറുകളുടെ അടുക്കൽ കയറിയിട്ട് ഒന്ന് ധ്യാനിപ്പിക്കാം എന്ന് കരുതിയിട്ട് തങ്ങളവറുകളെ പേരക്കുട്ടിയെ വിളിച്ചു. എന്നോട് പറഞ്ഞു വീട്ടിലുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക്
വീട്ടിലേക്ക് ചെന്നു. ഏകദേശം ഇശാ മഗ്രിബ് ആ സമയത്താണ്. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അവറുകൾ അങ്ങനെ തലയണയുടെ മേലെ ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് നോക്കി ഇങ്ങനെ ഓതുകയാണ്. ഈമാനുള്ള ഉപ്പമാരെ, നമ്മളെ സയ്യിദന്മാരും നമ്മളെ ആലിമീങ്ങളും നമ്മളെ മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക ഏതാണ്? നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും സമയം കളഞ്ഞ് നമ്മുടെ ആയുസ്സിൽ നമ്മൾ നന്മകൾ ചെയ്യാൻ മറന്നു പോകരുത്. മറിച്ച് അവരെയൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಬಹಳ ಅರ್ಥಗಂಭೀರವಾದಂತಹ ಮತ ಪ್ರಭಾಷಣೆಗಿದ್ದಂತಹ ಬಹುಮಾನ್ಯರಾದ ಪೇರೋಡು ಮೊಹಮ್ಮದ್ ಅಜರಿ ಅವರಿಗೆ ಎಲ್ಲ ರೀತಿಯ ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದೀಗ ಭವ್ಯವಾಗಿ ಅಲಂಕೃತಗೊಂಡಂತಹ ತಾಜುಲ್ ಉಲಮಾ ವೇದಿಕೆಯಲ್ಲಿ ಮುಹಿಯುದ್ದೀನ್ ಜುಮ್ಮಾ ಮಸೀದಿ ಕಿಲೂರು ಮದರಸಾ ವಠಾರದಲ್ಲಿ ಈ ಒಂದು ಅಲಂಕೃತವಾದ ವೇದಿಕೆಯಲ್ಲಿ SYS ಸಂಘಟನೆಗೆ ಇದೀಗ ಚಾಲನೆ ದೊರಕಲಿದೆ. ಬಹುಮಾನ್ಯರಾದ ಸೈಯದ್ ಖಾಜೂರ್ ತಂಗಲ್ ಹಾಗೂ ಪೇರೋಡ್ ಮೊಹಮ್ಮದ್ ಅಜರಿ ಅವರು ಇಲ್ಲಿನ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಜನಾಬ್ ಮೊಹಮ್ಮದ್ ಪುತ್ಪೋನ್ ರವರಿಗೆ ಧ್ವಜ ಹಸ್ತಾಂತರ ಮಾಡುವ ಮೂಲಕ SYS ಸಂಘಟನೆಗೆ ಚಾಲನೆ ದೊರಕಲಿದೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಎಲ್ಲ ನಾಯಕರನ್ನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಬರಮಾಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೆ. ببركة بسم الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ಇದೀಗ ಈ ಒಂದು ವೇದಿಕೆಯಲ್ಲಿ ಒಂದು 4 ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಜರುಗಲಿರುವುದು. ಪ್ರಥಮವಾಗಿ ಬಹುಮಾನ್ಯರಾದ ಪೇರೋಡ್ ಮೊಹಮ್ಮದ್ ಅಜರಿ ಅವರಿಗೆ SMA SJM ವತಿಯಿಂದ ಒಂದು ಚಿಕ್ಕ ಸಾಲು ಓದಿಸಿ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಎಲ್ಲ ನಾಯಕರು ವೇದಿಕೆಗೆ ಆಗಮಿಸಿ ಉಸ್ತಾದರಿಗೆ ಸಾಲು ಓದಿಸಿ ಸನ್ಮಾನಿಸಬೇಕು. ಸೈಯದ್ ಖಾಜೂರ್ ತಂಗಲ್ರವರು ಹಾಗೂ ಎಲ್ಲ ಅಧ್ಯಕ್ಷರುಗಳು, ವೇದಿಕೆಯಲ್ಲಿರುವ ಎಲ್ಲ ನಾಯಕರು, ಮುಂದುಗಡೆ ಇರುವಂತೆಲ್ಲ ಸಭಿಕರು ನಿಂತು ಸಹಕರಿಸಿ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್. ಇದೀಗ ಸೈಯದ್ ಖಾಜೂರ್ ತಂಗಲ್ರವರಿಗೆ ಪೇರೋಡ್ ಮೊಹಮ್ಮದ್ ಅಜರಿ ಹಾಗೂ ವೇದಿಕೆಯಲ್ಲಿರುವ ನಾಯಕರು ಕೂಡ ಸಾಲು ಓದಿಸಿ ಸನ್ಮಾನಿಸಬೇಕು. ಇದೆಲ್ಲ SMA SJM ವತಿಯಿಂದ ಒಂದು ನೆನಪಿನ ಕಾಣಿಕೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. SMA ಇದರ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ವಜೀರ್ ಬಂಗಾಡಿ ಅವರಿಗೆ ಸತ್ತಾರ್ ಸಕಾಫಿ ಸಾದ್ ಪೇರೋಡ್ ಉಸ್ತಾದ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಅಜೀಜ್ ಝುಹರಿ ಉಸ್ತಾದ್ ಅವರಿಗೆ SMA SJM ವತಿಯಿಂದ ರಾತ್ರಿ ಹಗಲು ಕಷ್ಟಪಟ್ಟಂತಹ ಈ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಯಾಗಲು, ಅದೇ ತರ SSF ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಜನಾಬ್ ಅಶ್ರಫ್ ರವರು ಅದಕ್ಕೆ ಬರಬೇಕು. ಇಬ್ಬರಿಗೂ ಸನ್ಮಾನ. ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ವಿಯ ರೂವಾರಿಗಳಾಗಿರುವಂತಹ ಅಜೀಜ್ ಝುಹರಿ ಉಸ್ತಾದ್ ಹಾಗೂ SSF ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಜನಾಬ್ ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಇವರಿಗೆ SMA SJM ವತಿಯಿಂದ ಒಂದು ಚಿಕ್ಕ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್.
ಈ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿ ಇಷ್ಟು ಯಶಸ್ಸುಗಳು ಕಾರಣ ಒಂದು ಉಲಮಾ, ಒಂದು ಉಮರ ನಾಯಕರಾಗಿದ್ದಾರೆ. ಇಬ್ಬರು ಕೂಡ ಅಲ್ಲಾಹು ಬರ್ಕತ್ ನೀಡಲೆಂದು ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದೀಗ ನಮ್ಮ ಮುಂದೆ ತಾಜುಲ್ ಉಲಮಾ ಹಾಗೂ ಒಬ್ಬರು ರಸೂಲ್ ಕಾರ್ಯಕ್ರಮದ ಸಮಾರೋಪ ಸಮಾರಂಭದ ವೇದಿಕೆಯಲ್ಲಿ ದುಆ ಹಾಗೂ ನೇತೃತ್ವವನ್ನು ನೀಡಲು